ആർ ദേ ട്രൂലി ലവ്സ് യു എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്ക്. ഇതിലെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ് വന്നിരിക്കുന്നത്. അതായത് ആർ ദേ ട്രൂലി ലവ്സ് യു എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അതായത് അവർ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. ഈ വ്യക്തി എന്ന് പറയുന്നത് ഇത്രയും നാളും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. മേ ബി ഇപ്പോഴും അവർ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. പക്ഷേ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം എത്രമാത്രമാണെന്ന് ഈ കാർഡ്സിലൂടെ പറയുന്നതിൽ അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ചെറുതായി പോകും എന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം ആ വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ ഒരുപാട് ആങ്ഷ്യസ് ആണ് ഈ ഒരു കാര്യം ആലോചിച്ചിട്ട്. ആ വ്യക്തിയുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ എത്രയും പെട്ടെന്ന് നടക്കണമെന്ന് നിങ്ങൾ ഒരുപാടായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. മാനിഫെസ്റ്റേഷനുകളൊക്കെ ചെയ്യുന്നുണ്ട്, അല്ല ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ആ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിയുമായിട്ടുള്ള സ്നേഹബന്ധവും ഏറ്റവും ഉയർന്ന നിലകളിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് തന്ന മെസ്സേജ്. ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ മേ ബി 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്കിനുള്ളിൽ തന്നെ അവർ നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഇതൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് ഈ ഒരു കാർഡ്സിലെല്ലാം നമുക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് സ്പ്രെഡിലെ ഈ ഒരു കാർഡ് കോർണുകോപ്പിയ എന്ന് പറയുന്ന ഒരു കാർഡ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല ക്ലാരിഫൈ ചെയ്ത് തരുന്ന ഒരു കാര്യം ഇതാണ്. ഇപ്പോഴുള്ള ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷനാണ്. അതായത് അത് നിങ്ങൾക്ക് എല്ലാം നേടിത്തരും. നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ വെളിച്ചം തന്നെ വന്ന് ചേരുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ ലവിൽ തന്നെ ഒരു പുതിയ തുടക്കം ഇതുവഴി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോഴുള്ള ഈ ഒരു വിഷമഘട്ടങ്ങളെല്ലാം മാറി ഒരു പുതിയ തുടക്കം തന്നെ ഉണ്ടാകുന്നു. അതായത് നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെന്ന് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ കഴിയില്ല. നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇടയ്ക്കൊക്കെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു കമ്മ്യൂണിക്കേഷനോ കോണ്ടാക്റ്റോ ആ വ്യക്തിയിൽ നിന്ന് ലഭിക്കുന്നില്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ നിങ്ങളുടെ ഒരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്. നിങ്ങൾ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്ന് കിട്ടാത്ത സ്നേഹം, നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന സ്നേഹം ആ വ്യക്തിയിൽ നിങ്ങൾക്ക് വേണ്ടത്ര രീതിയിൽ കിട്ടുന്നില്ല. അപ്പോൾ ആ വ്യക്തിയുടെ സ്നേഹം യഥാർത്ഥമാണോ എന്ന് ചോദിച്ചാൽ ആ വ്യക്തിയുടെ സ്നേഹം വളരെ യഥാർത്ഥമാണ്. ആ വ്യക്തി നിങ്ങളുമായിട്ടൊരു ഫാമിലി ലൈഫാണ് നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നത്. പക്ഷേ ആ ഒരു കാര്യം ആ വ്യക്തിക്ക് നിങ്ങളോട് തുറന്നു പറയാൻ കഴിയുന്നില്ല. മീൻസ് ആ വ്യക്തിക്ക് തുറന്നു പറയാനുള്ള ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനൊരു സിറ്റുവേഷൻ എന്ന് നമുക്ക് നോക്കാം. ആ വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം താല്പര്യമുണ്ട്. നിങ്ങളുമായിട്ടൊരു ലൈഫ് വേണമെന്ന് ആ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുകയാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറിപ്പോകണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്. ചിലപ്പോൾ ആ വ്യക്തിക്കായിരിക്കാം. നിങ്ങൾ 2 തീരുമാനങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ അങ്ങ് സ്തംഭിച്ച് നിൽക്കുകയാണ്. നിങ്ങൾ സ്പിരിച്വലായിട്ടുള്ള ആ ഒരു ലെവലിലോട്ട് നിങ്ങൾ അങ്ങനെ പോകണമോ അല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ടുള്ള പ്രണയം കണ്ടിന്യൂ ചെയ്യണമോ എന്നുള്ള ഒരു ഡൗട്ട് ഫീലിങ്സിൽ നിങ്ങൾ നിൽക്കുവാണ്. ആ മാൻ ഒരു വലിയ നല്ല വ്യക്തിയായിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം, വെൽത്തി ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. ആ വ്യക്തിക്ക് നിങ്ങളോട് നല്ല രീതിയിലുള്ള കെയറിങ് കണക്ഷൻസ് ഉണ്ട്. എങ്കിലും ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കെയറും ലവും നിങ്ങൾക്ക് തരുന്നില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. നല്ല രീതിയിൽ നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വന്നു കഴിഞ്ഞാൽ മാറിപ്പോകാനുള്ള പ്രശ്നങ്ങൾ മാത്രമേ നിങ്ങൾക്കിടയിലുള്ളൂ. തീരുമാനം നിങ്ങൾ തന്നെ എടുക്കുക. കറക്റ്റായിട്ടുള്ള തീരുമാനം നിങ്ങൾ തന്നെ എടുക്കുക. നിങ്ങൾ സ്പിരിച്വൽ ലെവലിലോട്ട് പോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ലെവലിൽ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് യൂണിവേഴ്സ് തന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള ചെറിയ ഒരു പ്രശ്നം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ സംസാരിച്ച് തീർക്കാവുന്ന ഒരു ചെറിയ പ്രശ്നമായിരുന്നു. അത് നിങ്ങളായിട്ട് തന്നെ ഡിലേ വരുത്തിയാണ് ഇത്രയും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയത്. പക്ഷേ നിങ്ങളിപ്പോൾ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു പാതയിലോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ നിങ്ങളായിരിക്കാം, നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം, ആർക്കാണ് റെസനേറ്റ് ആവുന്നത്.
കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ റെസനേറ്റ് ആവുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക.